മൂന്നാം ഭരണം സ്വപ്നം കാണുന്ന പിണറായി സർക്കാർ ഒറ്റയ്ക്ക് തലയുയർത്തി ഞങ്ങൾക്ക് നിൽക്കാനാകുമെന്ന് അഹങ്കരിച്ചവർ അവരിപ്പോൾ തുറന്നു സമ്മതിക്കുകയാണ് ഈ കേരളത്തിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന്. ഇനി സമയമില്ല, ജനവികാരത്തെ മാറ്റാനാകില്ല എന്ന് മനസ്സിലാക്കിയവർ സ്വയം മാറാൻ തീരുമാനിക്കുകയാണ്. അതായത് പാർട്ടിയുടെ അലിഖിത ചട്ടങ്ങളെ പൊളിച്ചെഴുതിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് തീരുമാനം. CPM പറഞ്ഞു വെക്കാറുള്ള ഒരു നിയമമുണ്ട്: ഒരു സ്ഥാനാർത്ഥിക്ക് 2-ൽ കൂടുതൽ തവണ ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ അവസരം നൽകില്ല എന്ന്. തങ്ങളുടെ നേതാക്കന്മാരും സ്ഥാനാർത്ഥികളും അത്ര കണ്ട് പോരാ എന്ന തിരിച്ചറിവ് വന്നതോടെ ഈ നിയമം കാറ്റിൽ പറത്താൻ ഒരുങ്ങുകയാണ് CPIM. തുടർ ഭരണത്തിൽ തുടർച്ച ഉറപ്പാക്കാനായിട്ടാണ് ടേം നിബന്ധന ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ ഒഴികെ സിറ്റിംഗ് MLA-മാർക്ക് പകരം വിജയസാധ്യതയുള്ളവരെ കണ്ടെത്തുക എന്നത് എളുപ്പമല്ല എന്ന തിരിച്ചറിവും ഇതിനുള്ള കാരണമാണ്. 2 ടേം നിബന്ധന കർശനമാക്കിയാൽ 23 മണ്ഡലങ്ങളിൽ CPM-ന് പുതുമുഖങ്ങളെ നിർത്തേണ്ടി വരും. ഇതൊരു തിരിച്ചടിയാകുമെന്ന് അവർക്ക് ഉറപ്പാണ്. EP ജയരാജൻ, AK ബാലൻ, തോമസ് ഐസക്, G സുധാകരൻ തുടങ്ങി മന്ത്രിമാരായിരുന്ന ഒരു പിടി മുതിർന്ന നേതാക്കളുടെ പാർലമെന്ററി ജീവിതത്തിനാണ് പാർട്ടിയിലെ ടേം നിബന്ധന അവസാനം കുറിച്ചത്. പകരം പുതുമുഖങ്ങളുടെ വലിയൊരു നിര കടന്നു വന്നു. മന്ത്രിസ്ഥാനത്തേക്കും നവാഗതരെത്തി. വലിയ കയ്യടി നേടിയ ഈ തീരുമാനം എത്രത്തോളം ഗുണം ചെയ്തു എന്ന കാര്യത്തിൽ ഇപ്പോഴും 2 അഭിപ്രായമുണ്ട്. അപ്പൊ പറഞ്ഞു വെക്കുന്നത് ഇത്രയുമുള്ളൂ: എടുത്തു കാണിക്കാൻ മറ്റു നേതാക്കന്മാരില്ലാത്തത് കൊണ്ട് പഴയ മുഖങ്ങളെ കൊണ്ട് തന്നെ വെച്ച് കോളം തികയ്ക്കുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ടേം നിബന്ധന CPIM കർശനമാക്കുമോ എന്ന ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. തുടർ ഭരണത്തിൽ തുടർച്ച ലക്ഷ്യമിടുന്ന CPIM ടേമിന്റെ കാര്യത്തിൽ കടുംപിടുത്തം ഉപേക്ഷിക്കാനാണ് സാധ്യത. വിജയസാധ്യതയുള്ളവരെ പകരം കണ്ടെത്തുക എളുപ്പമല്ലാത്തത് കൊണ്ടാണ് ഇത്. പാർട്ടി ചിഹ്നത്തിൽ കഴിഞ്ഞ തവണ മത്സരിച്ച് ജയിച്ചത് 60 പേരാണ്. ഇതിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ 23 പേർ തുടർച്ചയായിട്ട് 2 തവണ ജയിച്ചവരും. പിണറായി വിജയൻ 3-ാം ടേമിലും മത്സരിക്കുമെന്ന് ഉറപ്പാണ്. മട്ടന്നൂരിൽ KK ശൈലജയ്ക്ക് ഒരവസരം കൂടി നൽകുമോ എന്ന് വ്യക്തമല്ല. തലശ്ശേരിയിൽ AN ഷംസീറിന്റെ കാര്യവും സമാനമാണ്. കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളുള്ള MM മണിക്ക് ഉടുമ്പൻചോലയിൽ പകരക്കാരനെ കണ്ടെത്തേണ്ടി വരും. കൊല്ലത്ത് M മുകേഷിനും കായംകുളത്ത് U പ്രതിഭയ്ക്കും പകരക്കാർ വന്നേക്കും. പേരാമ്പ്രയിൽ മുന്നണി കൺവീനർ TP രാമകൃഷ്ണനും മാറിയേക്കാം. പാർട്ടി കോട്ടകളിൽ നിന്നും വിജയിച്ചവരെ മാറ്റിയാലും സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞേക്കാം. പക്ഷേ പല മണ്ഡലങ്ങളിലും പരീക്ഷണം വിജയസാധ്യതയെ ബാധിക്കും. മാനന്തവാടിയിൽ OR കേളു, കോതമംഗലത്ത് ആന്റണി ജോൺ, ആറന്മുളയിൽ വീണ ജോർജ്, ഇരവിപുരത്ത് M നൌഷാദ്, വർക്കലയിൽ V ജോയ്, വാമനപുരത്ത് DK മുരളി, കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ, പാറശാലയിൽ CK ഹരീന്ദ്രൻ, കാട്ടാക്കടയിൽ IB സതീഷ് തുടങ്ങിയവർക്ക് പകരക്കാരെ കണ്ടെത്തി സീറ്റ് നിലനിർത്തുക എന്നത് ചെറുതല്ലാത്ത വെല്ലുവിളിയായി CPM കാണുകയാണ്. ചെങ്ങന്നൂരിൽ സജി ചെറിയാനും, വട്ടിയൂർക്കാവിൽ VK പ്രശാന്തും, കോന്നിയിൽ KU ജനീഷ് കുമാറും 2 തവണ MLA-മാരായവരാണ്. എന്നാൽ 3 പേരും ആദ്യം നിയമസഭയിലെത്തിയത് ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ടേം നിബന്ധന കർശനമാക്കിയാലും ഇവർക്ക് ഒരവസരം കൂടി ഉറപ്പ്. പിണറായി ഒഴികെ ബാക്കിയുള്ളവർക്ക് നിയമം ബാധകമല്ല എന്നായിരുന്നു ആദ്യം പറഞ്ഞത്. എന്നാൽ അതിപ്പോൾ മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. കൂടാതെ കഴിഞ്ഞ ദിവസം മറ്റൊരു കാര്യം കൂടി CPIM തീരുമാനിച്ചിരുന്നു: വരവിൽ കവിഞ്ഞ സ്വത്തുള്ള നേതാക്കളെ പുറത്താക്കുമെന്ന്. അങ്ങനെ നോക്കുമ്പോൾ പുറത്തു പോകാൻ ഒരുപാട് നേതാക്കൾ ഉണ്ടെന്നതും സത്യമാണ്. ഇങ്ങനെ മൊത്തത്തിൽ എല്ലാം കൂടി പുറത്തുപോയാൽ CPIM-ൽ മത്സരിക്കാൻ ആളില്ലാതാകുമല്ലോ. അപ്പോ പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറയുന്ന പല ചുവപ്പ് കോട്ടകളും UDF-നായി പരവതാനി വിരിക്കും.